ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അന്യനാട്ടിലേക്ക് പോയ നിതിൻ്റെ ചേതനയേറ്റ ശരീരം വയക്കരയിലെത്തിയപ്പോൾ കണ്ടുനിന്നവരും കൂടി നിന്നവരും ഒന്നാകെ വിങ്ങിപ്പൊട്ടി. കുവൈറ്റിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട നിതിൻ്റെ മൃതദേഹം വയക്കര മുണ്ട്യക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ സങ്കടമടക്കാനാവാതെ കണ്ണീർ തൂക്കിയാണ് ആയിരങ്ങളും നാട്ടുകാരും പ്രിയപ്പെട്ടവരും അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കണ്ണൂർ ADM, SP എന്നിവർക്ക് വേണ്ടി മൃതദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു. ഒരു നാടിനെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും തീരാസങ്കടത്തിലാക്കിയാണ് ഇതിൻ്റെ ആകസ്മികമായ അപകടം ദുരന്തം വിതച്ചത്. പാടിയോട്ടിച്ചാൽ വയക്കര അങ്കണവാടിക്ക് സമീപത്തെ ചെറിയ വീട്ടിൽ സങ്കടത്തിൻ്റെ വിങ്ങലിലായ നിതിൻ്റെ പിതാവ് ലക്ഷ്മണനെയും സഹോദരൻ ജിതിനെയും രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആശ്വസിപ്പിക്കാനെത്തിയിരുന്നു. 10 വർഷം മുൻപ് മാതാവ് മരണപ്പെട്ട ശേഷം കുടുംബത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുകയായിരുന്ന നിതിൻ 3 വർഷം ദുബായിൽ ജോലി ചെയ്ത് 1 വർഷം മുൻപാണ് കുവൈറ്റിൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചത്. ചെറുപ്പത്തിൽ തന്നെ കഠിനാധ്വാനത്തിലേക്ക് തിരിഞ്ഞ് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുകയായിരുന്ന ചെറുപ്പക്കാരൻ 1 വർഷം മുൻപ് നാട്ടിലെത്തിയപ്പോൾ പുതിയ വീട് നിർമ്മിക്കുന്നതിനായി സ്വന്തമായി 10 സെന്റ് സ്ഥലം വാങ്ങി അതിൽ വീടിൻ്റെ തറകെട്ടി കുഴൽ കിണറും കുഴിച്ചാണ് വീണ്ടും ഗൾഫിലേക്ക് മടങ്ങിയത്. ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ച വയക്കരയിലെ പൊതുദർശനത്തിന് ശേഷം തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. തറവാട്ട് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് സംസ്കാരത്തിനായി ശാന്തിവനം പൊതു ശ്മശാനത്തിലേക്ക് എടുത്തത്. പാടിയൊട്ടിച്ചാലിലെയും വയക്കരയിലെയും പൊതുരംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സജീവമായിരുന്ന നിതിൻ നാട്ടിലുള്ളപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമായിരുന്നു. ജീവിതത്തിൻ്റെ കർമ്മരംഗത്ത് ഊർജ്ജസ്വലനായി നിന്ന നിതിൻ്റെ ആകസ്മിക വിയോഗ വാർത്ത വിശ്വസിക്കാനാവാതെയാണ് നാട്ടുകാരും കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും നിതിന് അന്ത്യയാത്ര മൊഴി ചൊല്ലിയത്. കുവൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം 7 മണിയോടെയാണ് വയക്കരയിലെത്തിച്ചത്. അന്തിമോപചാരങ്ങൾക്ക് ശേഷം വയക്കര ശാന്തിവനം പൊതു ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങ് നടന്നത്. ജീവിതത്തിൻ്റെ പാതയിൽ പ്രയാസങ്ങളെ നേരിട്ട് പതറാതെ മുന്നോട്ട് നീങ്ങിയ നിതിൻ തൻ്റെ സ്വപ്നങ്ങൾ അത്രയും ബാക്കിയാക്കിയാണ് വിട ചൊല്ലിയെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെയാണ് ദുരന്തമുഖത്തെ രക്തസാക്ഷിയായ നിതിനെ വയക്കര ഗ്രാമം കണ്ണീർ പൂക്കൾ തൂക്കി യാത്രയാക്കിയത്.